TLB's ബയോളജി ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ഹയർ സെക്കൻഡറി +2 സുവോളജി ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന ചാപ്റ്ററിലെ 5ാമത്തെ ഭാഗം വീഡിയോ ആണിത്. മെൻസ്ട്രുവൽ സൈക്കിൾ എന്ന ടോപ്പിക്കാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. The reproductive cycle in the female primates is called menstrual cycle. Menstrual cycle അഥവാ ആർത്തവ ചക്രം. ഇത് ഫീമെയിൽ പ്രൈമേറ്റ്സിൽ കാണുന്ന റീപ്രൊഡക്റ്റീവ് സൈക്കിളാണ്. പ്രൈമേറ്റ്സ് എന്ന് പറഞ്ഞാല് മങ്കീസ്, ഏപ്സ്, ഹ്യൂമൻ ബീയിങ്സ്, കുരങ്ങുകളും ആൾക്കുരങ്ങുകളും മനുഷ്യരും ഉൾപ്പെടുന്ന കാറ്റഗറിയാണ് പ്രൈമേറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഈ ജീവികളുടെ ഫീമെയിൽസിൽ കാണുന്ന റീപ്രൊഡക്റ്റീവ് സൈക്കിളാണ് മെൻസ്ട്രുവൽ സൈക്കിൾ എന്ന് വിളിക്കുന്നത്. പെൺകുട്ടികൾ റീപ്രൊഡക്റ്റീവ്ലി മെച്വറായി എന്നുള്ളതിന്റെ തെളിവാണ് മെൻസ്ട്രുവൽ സൈക്കിൾ അഥവാ ആർത്തവ ചക്രം എന്ന് വിളിക്കുന്നത്. ഇൻ ഹ്യൂമൻ ഫീമെയിൽസ് menstruation is repeated at an average interval of about 28 to 29 days. ഈ ഒരു സൈക്കിൾ എന്ന് പറയുന്നത് 28-29 ദിവസങ്ങൾക്കിടയിൽ ആവർത്തിച്ചു വരുന്ന ഒരു സൈക്കിളാണ്. ഇത് ഓരോ പെൺകുട്ടിയുടെയും നാച്ചർ അനുസരിച്ചിട്ട് ചിലപ്പോൾ ഈ ദിവസങ്ങൾ കഴിഞ്ഞു പോകാം, ചിലപ്പോൾ ഈ ദിവസങ്ങൾക്ക് മുൻപും ആകാം. എന്തായാലും ഒരു ആവറേജ് 28-29 ദിവസങ്ങൾക്കിടയിൽ ഈ ഒരു പ്രോസസ്സ് റീപ്രൊഡക്റ്റീവ്ലി മെച്വറായ ഫീമെയിൽസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. ദ സൈക്കിൾ ഓഫ് ഈവൻസ് സ്റ്റാർട്ടിംഗ് ഫ്രം വൺ മെൻസ്റ്റുറേഷൻ ടിൽ ദ നെക്സ്റ്റ് വൺ ഈസ് കാൾഡ് ദ മെൻസ്ട്രുവൽ സൈക്കിൾ. അപ്പൊ ഈ ഒരു സമയത്ത് 28-29 ദിവസങ്ങൾ എടുക്കുന്ന ആ ഒരു സമയത്ത് പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ യൂട്രസിനകത്ത് ഒരുപാട് ചേഞ്ചസ് നടക്കുന്നുണ്ട്. അപ്പൊ ആ ചേഞ്ചസിന്റെ ഫലമായിട്ട് മെൻസ്ട്രുവൽ ബ്ലീഡിംഗ് ഉണ്ടാകും. ഫസ്റ്റ് മെൻസ്റ്റുറേഷൻ ബിഗിൻസ് അറ്റ് പ്യൂബർട്ടി ആൻഡ് ഈസ് കാൾഡ് മെനാർക്കി. ഇപ്പൊ ഒരു പെൺകുട്ടി റീപ്രൊഡക്റ്റീവ്ലി മെച്വറായി ഒരു അമ്മയാകാൻ ശരീരം റെഡിയായി എന്നുള്ളതിന്റെ ഒരു സിമ്പലാണ് ഫസ്റ്റ് മെൻസ്റ്റുറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് നടക്കുന്നത് ഒരു റീപ്രൊഡക്റ്റീവ്ലി മെച്വർ ആകുന്ന ഒരു ഏജ് എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ഒരു 9 to 14 ഇയേഴ്സിനകത്താണ് ഇപ്പോൾ അത് സാധാരണ രീതിയിലൊക്കെ കണ്ടുവരുന്നത്. എന്നാൽ ചില പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതിന് മുൻപും വരാം, ചിലപ്പോൾ അതിന് ശേഷവും വരാം. എന്തായാലും ഫസ്റ്റ് മെൻസ്റ്റുറേഷനെ ഒരു ടേം കൊണ്ട് വിശേഷിപ്പിക്കുന്നുണ്ട്, ദാറ്റ് ഈസ് മെനാർക്കി. അതുപോലെ തന്നെ ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത് ഒരു പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായിട്ട് അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടാണ് അല്ലെ. എല്ലാ മാസവും ഈ ഒരു മെൻസ്ട്രുവൽ ബ്ലീഡിംഗ് എന്ന് പറയുന്നത് അത് പ്രിവെന്റ് ചെയ്യുക, അതിനെ വേണ്ട രീതിയിൽ പാഡും മറ്റുമൊക്കെ ഉപയോഗിച്ച് അതിനെ മാറ്റുക എന്നുള്ളതൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അത് ആ സമയത്ത് എന്ത് ചെയ്യുക, എല്ലാവരും അതിന് മാനസികമായിട്ടുള്ള ഒരു പിന്തുണ കൊടുക്കുക എന്നുള്ളതാണ്. വയറുവേദന ഉണ്ടാകും, തലവേദന ഉണ്ടാകാം, ചിലപ്പോൾ ചില കുട്ടികൾക്ക് ഛർദിലൊക്കെ ഉണ്ടാകാം. അപ്പൊ ആ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇത് എല്ലാ ആൾക്കാരും, പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികളും ഇത് അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ്. കാരണം ആൺകുട്ടി എന്ന് പറയുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഒരു പെൺകുട്ടിയുടെ ഹസ്ബൻഡ് ആകുന്നു, അതുപോലെ തന്നെ ഒരു പെൺകുട്ടിയുടെ ഫാദർ ആകുന്നു. അപ്പൊ പെൺകുട്ടികൾ ഈ സമയങ്ങളിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ തീർച്ചയായിട്ടും എല്ലാ ആൺകുട്ടികളും അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ്. അതിനു വേണ്ട സപ്പോർട്ട് അവർ കൊടുക്കുകയും ചെയ്യേണ്ടതാണ്. ഇൻ ഹ്യൂമൻ ബീയിങ്സ് മെൻസ്ട്രുവൽ സൈക്കിൾ സീസസ് അറൌണ്ട് 50 years of age. ദാറ്റ് ഈസ് ടേംഡ് ആസ് മെനോപാസ്. അപ്പൊ ഈ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സ് ഒരു 50 വയസ്സ് വരെ നീണ്ടു നിൽക്കുമെന്നാണ് പറയുന്നത്. എല്ലാ മാസവും ഉണ്ടാകുന്ന ഈ ഒരു ബുദ്ധിമുട്ട് ഒരു 50 വയസ്സ് കഴിയുമ്പോഴത്തേക്കും ഇത് സാധാരണ രീതിയിൽ സ്റ്റോപ്പ് ആകും. അപ്പൊ ആ ഒരു സ്റ്റോപ്പ് ആകുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് മെനോപാസ്. ഹ്യൂമൻ ബീയിങ്സ് മെൻസ്ട്രുവൽ സൈക്കിൾ ceases means stops
around 50 years of age, that is termed as menopause. അതിനെ മെനോപാസ് എന്നാണ് വിളിക്കുന്നത്. ഇനി ഈ മെൻസ്ട്രുവൽ സൈക്കിളിൽ നടക്കുന്ന ഈവൻസുകൾ, അതിനെ നമുക്ക് മൊത്തത്തിൽ ഈ ഒരു 4 സ്റ്റെപ്പായിട്ട് നമുക്ക് തിരിക്കാം. ഒന്ന്, മെൻസ്ട്രുവൽ ഫേസ്, അതായത് മെൻസ്ട്രുവൽ ബ്ലീഡിംഗ് നടക്കുന്ന ദിവസങ്ങൾ, ഒരു 1 to 5th day ആവറേജ്, 1 മുതൽ 5 ദിവസങ്ങൾ വരെ ബ്ലീഡിംഗ് ചിലപ്പോൾ നിൽക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് ഫോളിക്കുലാർ ഓർ പ്രോളിഫറേറ്റീവ് ഫേസ്, ഫോളിക്കുലാർ ഓർ പ്രോളിഫറേറ്റീവ് ഫേസ്. നമുക്കറിയാം, നേരത്തെ നമ്മൾ മനസ്സിലാക്കിയതാണ്, ഓവറിക്കകത്ത് ഈ പ്രൈമറി ഊസൈറ്റ് അല്ലെങ്കിൽ ഓവം ഫോളിക്കിൾ സെൽസ് കൊണ്ട് സറൗണ്ട് ചെയ്തായിരിക്കുന്നത് അല്ലേ. ആ ഫോളിക്കിൾ സെൽസിന്റെ ഡെവലപ്മെന്റ് അനുസരിച്ച് നമ്മൾ അതിനെ പ്രൈമറി ഫോളിക്കിൾ എന്നും സെക്കൻഡറി ഫോളിക്കിൾ എന്നും ടെറിഷറി ഫോളിക്കിൾ എന്നും മെച്യൂർ ഫോളിക്കിൾ അഥവാ ഗ്രാഫിയൻ ഫോളിക്കിൾ എന്നുള്ള പേരുകൾ കൊണ്ടൊക്കെ വിളിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഒവേറിയൻ സൈക്കിളില് ഈ ഒരു ഓവം മെച്യൂറായിട്ട് വരാൻ എടുക്കുന്ന ഒരു ദിവസം എന്ന് പറയുന്നത്, അത് ഓവേറിയൻ ഫോളിക്കിള് പ്രൈമറി ഫോളിക്കിൾ സ്റ്റേജിൽ നിന്നും ഒരു മെച്യൂർ ഫോളിക്കിൾ സ്റ്റേജിലേക്ക് എത്തുന്നതിന് ഒരു ആവറേജ് 14 ദിവസമാണ് എടുക്കുക. 14ാമത്തെ ദിവസം ആ മെച്യൂർ ഫോളിക്കിൾ ബ്രേക്ക് ചെയ്തിട്ട് അതിൽ നിന്നും ഓവം അല്ലെങ്കിൽ എഗ്ഗ് പുറത്തേക്ക് വരും, ഓവുലേഷൻ നടക്കും. അപ്പൊ ഈ ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്യുന്ന ആ ഫേസിനെ വിളിക്കുന്ന പേരാണ് ഫോളിക്കുലാർ ഫേസ് അഥവാ പ്രോളിഫറേറ്റീവ് ഫേസ്. ഫോളിക്കുലാർ ഫേസ് അഥവാ പ്രോളിഫറേറ്റീവ് ഫേസ് എന്ന് വിളിക്കുന്നു. മെൻസ്ട്രുവൽ പീരീഡിൽ വെച്ച് നമുക്ക് പറയുമ്പോൾ 5th to 13th day, 5 മുതൽ 13 വരെ ദിവസങ്ങളിലുള്ള സമയത്തെ നമുക്ക് ഫോളിക്കുലാർ ഓർ പ്രോളിഫറേറ്റീവ് ഫേസ് എന്ന് വിളിക്കാം. ഇനി 14ാമത്തെ ദിവസമാണ് ഓവറിയിൽ നിന്നും ഓവം റിലീസ് ചെയ്യുന്ന ഓവുലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. അപ്പൊ ആ ദിവസത്തിന്റെ ആ ഫേസിനെ നമുക്ക് ഓവുലേറ്ററി ഫേസ് എന്ന് വിളിക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് ഈ 15 മുതൽ അടുത്ത് 27-28 ദിവസം വരെയുള്ള സമയത്ത് ഇവിടെ ഒരുപാട് സെക്രീഷൻസ് ഇതിനകത്ത് നടക്കുന്നുണ്ട്. എസ്പെഷ്യലി ഇവിടെ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്, റപ്ചേർഡ് ആയിട്ടുള്ള ഒവേറിയൻ ഫോളിക്കിള് എന്ത് ചെയ്യും, അതൊരു എൻഡോക്രൈൻ സ്ട്രക്ചറായിട്ട് മാറുമെന്നുള്ളത് മനസ്സിലാക്കി. എന്താ എൻഡോക്രൈൻ സ്ട്രക്ചറിന്റെ പേര്? കോർപ്പസ് ലൂട്ടിയം എന്ന് പറയുന്ന ഒരു എൻഡോക്രൈൻ സ്ട്രക്ചറായിട്ട് മാറുമെന്ന് മനസ്സിലാക്കി. ആ എൻഡോക്രൈൻ സ്ട്രക്ചർ കോർപ്പസ് ലൂട്ടിയം പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഒരു ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ യൂട്രസിനകത്ത് മറ്റ് ഡെവലപ്മെന്റ്സുകളെ സഹായിക്കുവാനായിട്ട് ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഹോർമോൺസ് ഉണ്ട്. അപ്പൊ ഈ ഹോർമോൺസിന്റെ ഒക്കെ സെക്രീഷൻസ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ യൂട്രൈൻ ടിഷ്യൂസ്, എൻഡോമെട്രിയൽ ടിഷ്യൂസ് റപ്ചർ ആകുന്നുണ്ട്. ആ റപ്ചർ ആകുന്ന ടിഷ്യൂസ് ഒക്കെ വീണ്ടും അത് റിപ്പയർ ചെയ്ത് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് അത് ഗ്ലാൻഡുലാറും വാസ്കുലറൈസ്ഡുമായിട്ട് ബ്ലഡ് വെസൽസ് ഒക്കെ കൊണ്ട് നിറയുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തുന്നുണ്ട്. അപ്പൊ ആ ഫേസിനെയാണ് നമ്മൾ സെക്രീറ്ററി ഫേസ് അഥവാ ലൂട്ടിയൽ ഫേസ് എന്ന് വിളിക്കുന്നത്. ലൂട്ടിയൽ ഫേസ് എന്ന് വിളിക്കാൻ കാരണം എന്താണ്? ഹിയർ ദെയർ ഇസ് ദ ഡെവലപ്മെന്റ് ഓഫ് കോർപ്പസ് ലൂട്ടിയം. നമുക്ക് ഈ ഫേസസിന്റെ എല്ലാം ഡീറ്റെയിൽസിലേക്കൊന്ന് നോക്കാം. ഫസ്റ്റ്, menstrual phase. If the released ovum is not fertilized, endometrial lining of uterine wall degenerates and blood vessels rupture. നമുക്കറിയാം, എൻഡോമെട്രിയത്തിനകത്ത് ധാരാളം ബ്ലഡ് വെസൽസ് ഉണ്ട്. അപ്പോൾ ഓരോ ഓവുലേഷൻ നടന്നു കഴിയുമ്പോഴും അവിടെ എന്താണ്, ഒരു ഫെർട്ടിലൈസ് ചെയ്ത ഒരു ഓവത്തിനെ പ്രതീക്ഷിച്ചാണ് എൻഡോമെട്രിയം ഇരിക്കുന്നത്. ഇഫ് ദ റിലീസ്ഡ് ഓവം ഈസ് നോട്ട് ഫെർട്ടിലൈസ്ഡ്, അപ്പൊ റിലീസ് ചെയ്യുന്ന ഓവം ഫെർട്ടിലൈസ് ചെയ്യുന്നില്ല എങ്കിൽ എൻഡോമെട്രിയൽ ലൈനിങ് ഓഫ് യൂട്രൈൻ വാൾ ഡീജനറേറ്റ്സ്. എൻഡോമെട്രിയൽ ലൈനിങ്, അതിനകത്തുള്ള യൂട്രൈൻ വാൾ എന്ത് ചെയ്യും? ഡീജനറേറ്റ് ചെയ്യും. ആൻഡ് ബ്ലഡ് വെസൽസ് റപ്ചർ ചെയ്യും. നമുക്കറിയാം, ഇതിന് ചുറ്റുമടുത്ത് എൻഡോമെട്രിയത്തിന് അടുത്തായിട്ട് നമുക്ക് മയോമെട്രിയം ഉണ്ട് അല്ലെ, സ്മൂത്ത് മസിൽസിന്റെ ലേയേഴ്സ് ഉണ്ട്.
അപ്പൊ ഈ ഒരു ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നില്ലെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? ദ എൻഡോമെട്രിയൽ ലൈനിങ് ഓഫ് യൂട്രൈൻ വാൾ ഡീജനറേറ്റ് ആൻഡ് ബ്ലഡ് വെസൽസ് റപ്ചർ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ദ ബ്ലഡ് degenerated endometrial cells and secretory products are discharged through vagina and is called menstruation. അപ്പോൾ അതാണ് മെൻസ്ട്രുവൽ ബ്ലീഡിങ്ങിന് കാരണമായിട്ടുള്ള വസ്തുത എന്ന് പറയുന്നത്. ദ ബ്ലഡും അതുപോലെ തന്നെ ഡീജനറേറ്റഡ് എൻഡോമെട്രിയൽ സെൽസിന് ഡീജനറേഷൻ സംഭവിച്ച എൻഡോമെട്രിയൽ സെൽസും പിന്നെ സെക്രട്ടറി പ്രോഡക്ട്സും ഒക്കെ എന്ത് ചെയ്യും? വജൈനയിൽ കൂടെ പുറത്തേക്ക് വരും. ആ പ്രോസസ്സിനെയാണ് എന്ത് പേരിൽ വിളിക്കുക? മെൻസ്ട്രുവേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് വിളിക്കുക. The menstrual flow lasts for 3 to 5 days. Menstrual flow ഈ ദിവസങ്ങളിൽ 3 മുതൽ 5 ദിവസങ്ങൾ വരെ ലാസ്റ്റ് ചെയ്യാം. ഇനി രണ്ടാമത്തെ ഫേസ് ആണ് ഫോളിക്കുലാർ ഫേസ് അഥവാ പ്രോളിഫറേറ്റീവ് ഫേസ് എന്ന് പറയുന്നത്. ഇറ്റ് ലീഡ്സ് ടു 15 to 13th day. 5 മുതൽ 13 ദിവസങ്ങൾ വരെ നീണ്ടു നിൽക്കാം. Starts from 5th day to 14th day of a cycle. Ovarian follicles begins to develop and developing follicles are called Graafian follicles. നമുക്കറിയാം അല്ലേ? പ്രൈമറി ഫോളിക്കിള്, സെക്കൻഡറി ഫോളിക്കിളും ടെറിഷറി ഫോളിക്കിളും ആയിട്ട് മാറുന്നു. ഒരു 14ാമത്തെ ദിവസം എത്തുമ്പോഴത്തേക്കും അല്ലെങ്കിൽ 13ാമത്തെ ദിവസം എത്തുമ്പോഴത്തേക്കും ആ ഫോളിക്കിൾ മെച്ചുർ ആയിട്ട് അന്നേരം നമ്മൾ അതിനെ എന്ത് പേരിട്ട് വിളിക്കും? ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ന് വിളിക്കും. ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ന് വിളിക്കും. പ്രൈമറി ഫോളിക്കിളും സെക്കൻഡറി ഫോളിക്കിളും ടെറിഷറി ഫോളിക്കിളും മെച്ചുർ ആയിട്ട് അത് ഗ്രാഫിയൻ ഫോളിക്കിൾസ് ആയിട്ട് മാറും. ഗ്രാഫിയൻ ഫോളിക്കിൾസ് സെക്രീറ്റ് ഈസ്ട്രോജൻ. ഇപ്പൊ ഗ്രാഫിയൻ ഫോളിക്കിൾസിന് ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഹോർമോൺ സെക്രീറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. എൻഡോമെട്രിയം ബിക്കം തിക്കർ, ഗ്ലാൻഡുലാർ ആൻഡ് വാസ്കുലറൈസ്ഡ്. അപ്പൊ ഈ ഒരു ഹോർമോൺസിന്റെ ഒക്കെ എഫക്റ്റ് കൊണ്ട്, ഈസ്ട്രോജൻ ഹോർമോൺസിന്റെ ഒക്കെ എഫക്റ്റ് കൊണ്ട് എന്ത് ചെയ്യും? എൻഡോമെട്രിയം ബിക്കം തിക്കർ. എൻഡോമെട്രിയം കട്ടിയാവും. നേരത്തെ മെൻസ്ട്രുവൽ ഫേസിൽ വരുമ്പോൾ എന്ത് സംഭവിച്ചു? എൻഡോമെട്രിയം എന്ത് ചെയ്തു? ബ്രേക്ക് ചെയ്തു, പൊട്ടിപ്പോയി. ആ പൊട്ടിപ്പോയ എൻഡോമെട്രിയൽ ലൈനിങ്ങിന്റെ റീജനറേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അത് പഴയ അവസ്ഥയിലേക്ക് മാറുകയാണ്. അപ്പൊ എന്താ സംഭവിക്കുക? എൻഡോമെട്രിയം ബിക്കം തിക്കർ, കട്ടിയാകുന്നു. ഗ്ലാൻഡുലാർ, ഒരുപാട് ഗ്ലാൻഡുലാർ സെൽസ് കൊണ്ട് നിറയുന്നു. വാസ്കുലറൈസ്ഡ്, ഒരുപാട് ബ്ലഡ് വെസൽസ് കൊണ്ട് നിറയുന്നു. LH and FSH secretion from pituitary increases and attains a peak level about 14th day. LH ഹോർമോൺസിന്റെയും FSH ഹോർമോൺസിന്റെയും മെൻസ്ട്രുവൽ സൈക്കിളിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോള് വഹിക്കുന്ന 2 ഹോർമോൺസ് ആണ് FSH ഉം LH. ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും ലൂട്ടിനൈസിംഗ് ഹോർമോണും. അപ്പൊ ഈ ഹോർമോൺസിന്റെ ഒക്കെ എഫക്റ്റുകൾ നമ്മൾ നേരത്തെ മനസ്സിലാക്കി അല്ലെ? LHന്റെയും FSHന്റെയും സെക്രീഷൻ എന്ത് ചെയ്യും? ഈ ടൈമില് മാക്സിമത്തിലേക്ക് എത്തും. ഗ്രാഫ് നോക്കിയാൽ നമുക്ക് കാണാം. LHും FSHും ഒക്കെ മാക്സിമത്തിലേക്ക് എത്തുന്ന ഒരു ഡേ ആണ് ഈ 14th day എന്ന് പറയുന്നത്. അറ്റൈൻസ് എ പീക്ക് ലെവൽ, എക്സ്പെഷ്യലി LHന്റെ ലെവൽ, ഇത് പീക്ക് ലെവലിൽ എത്തുന്നു. ആ ഒരു സ്റ്റേജിനെ വിളിക്കുന്ന പേരാണ് LH സർജ്. ടേം പ്രത്യേകം ഓർമ്മിക്കുക, LH സർജ് എന്ന് പറയുന്ന ടേം. LH സർജ് ഇൻഡ്യൂസസ് റപ്ചർ ഓഫ് ഗ്രാഫിയൻ ഫോളിക്കിൾ. അപ്പൊ ഈ ഒരു LH സർജ് എന്തിന് കാരണമാകുന്നു? ഈ ഗ്രാഫിയൻ ഫോളിക്കിള് റപ്ചർ ആകാൻ കാരണമാകുന്നു. മെച്യൂർ ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ആൻഡ് ഓവുലേഷൻ ടേക്സ് പ്ലേസ്. ഗ്രാഫിയൻ ഫോളിക്കിള് എന്ത് ചെയ്യുന്നു? റപ്ചർ ആകുന്നു, ബ്രേക്ക് ചെയ്യുന്നു. ബ്രേക്ക് ചെയ്തിട്ട് ഓവറിയിൽ നിന്നും എന്ത് ചെയ്യുന്നു? ഓവം പുറത്തേക്ക് വരുന്നു. ഓവുലേഷൻ ടേക്സ് പ്ലേസ് അബൌട്ട് 14th day ഓഫ് മെൻസ്ട്രുവൽ സൈക്കിൾ. മെൻസ്ട്രുവൽ സൈക്കിളിന്റെ 14ാമത്തെ ദിവസമാണ് സാധാരണ രീതിയിൽ ഓവുലേഷൻ നടക്കുന്നത്. ഇനി അടുത്ത ഫേസ് ആണ് സെക്രീറ്ററി ഫേസ് ഓർ ലൂട്ടിയൽ ഫേസ്. The remaining part of the Graafian follicles transforms into corpus luteum. മനസ്സിലാക്കിയതാണ് അല്ലെ? ഓവേറിയൻ ഫോളിക്കിള്, ഗ്രാഫിയൻ ഫോളിക്കിള് റപ്ചർ ആയി കഴിഞ്ഞാൽ, പൊട്ടിക്കഴിഞ്ഞാല് ആ പൊട്ടിക്കഴിഞ്ഞ എംറ്റി ആയിട്ടുള്ള ഫോളിക്കിൾ സെൽസ് അടുത്ത് എന്ത് ചെയ്യുന്നു? ഒരു യെല്ലോയിഷ് കോണിക്കൽ സ്ട്രക്ചർ ആയിട്ട് മാറും. അതിനെ വിളിക്കുന്ന പേരാണ് കോർപ്പസ് ലൂട്ടിയം. എന്താണ് കോർപ്പസ് ലൂട്ടിയത്തിന്റെ ഫംഗ്ഷൻ എന്ന് ചോദിച്ചാൽ എന്താണ്? കോർപ്പസ് ലൂട്ടിയം സെക്രീറ്റ്സ് എ ഹോർമോൺസ്. എന്താ ഹോർമോൺസിന്റെ പേര്? പ്രൊജസ്ട്രോൺ എന്ന് വിളിക്കുന്ന ഒരു ഹോർമോൺ.
the corpus luteum secretes large amounts of progesterone, which is essential for the maintenance of the endometrium. അപ്പോൾ എൻഡോമെട്രിയം ആ രീതിയിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിന് ആര് വേണം? പ്രൊജസ്ട്രോൺ വേണം. ഫെർട്ടിലൈസേഷൻ നടന്ന് ഫെർട്ടിലൈസ് ചെയ്ത എഗ് അത് ബ്ലാസ്റ്റോസിസ്റ്റ് സ്റ്റേജിൽ വന്ന് എൻഡോമെട്രിയത്തിൽ ഇംപ്ലാന്റേഷന് വിധേയമാകുന്നുണ്ട് എന്ന് മനസ്സിലാക്കി. ഫെർട്ടിലൈസേഷൻ നടന്നാൽ ഫെർട്ടിലൈസ് ചെയ്ത എഗ് എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്തിട്ട് അത് എന്ത് സ്റ്റേജിലേക്ക് എത്തുമെന്ന് പറഞ്ഞു? ബ്ലാസ്റ്റോസിസ്റ്റ് സ്റ്റേജിലെത്തും. ബ്ലാസ്റ്റോസിസ്റ്റ് സ്റ്റേജിലാണ് ഇംപ്ലാന്റേഷൻ നടക്കുന്നത്. ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റാച്ച്മെന്റ് ഓഫ് എംബ്രിയോ ടു ദ എൻഡോമെട്രിയം. എൻഡോമെട്രിയത്തിൽ അറ്റാച്ച് ചെയ്യുന്ന പ്രോസസ്സാണ് ഇംപ്ലാന്റേഷൻ എന്ന് വിളിക്കുന്നത്. ആ ഇംപ്ലാന്റേഷൻ എന്നുള്ള പ്രോസസ്സ് നടക്കണമെങ്കിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഹോർമോണാണ് പ്രൊജസ്ട്രോൺ. Such an endometrium is necessary for implantation of the fertilized ovum and other events of pregnancy. During pregnancy, all events of the menstrual cycle stop and there is no menstruation. Pregnancy stage menstruation ഉണ്ടാവില്ല. എല്ലാ ഈവൻസുകളും എന്ത് ചെയ്യുന്നു? സ്റ്റോപ്പ് ആകുന്നു. Cyclic menstruation is an indicator of normal reproductive phase and extends between menarche and menopause. അപ്പോൾ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം മെൻസ്ട്രുവേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഓരോ മാസവും റിപ്പീറ്റ് ചെയ്ത് കൃത്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിയെ സംബന്ധിച്ച് ഒരു നോർമൽ റീപ്രൊഡക്റ്റീവ് ഫേസിലുള്ള പെൺകുട്ടിയാണ്. അപ്പൊ അത് എപ്പോൾ ആരംഭിക്കുന്നു? മെനാർക്കി എന്ന് പറയുന്ന പീരീഡിൽ ആരംഭിക്കുന്നു ഫസ്റ്റ് മെൻസ്ട്രുവേഷൻ. ആൻഡ് ഇറ്റ് സ്റ്റോപ്സ് അബൌട്ട് 50 years. And that process is known as menopause. Menopause. For average 50 years തന്നെ സ്റ്റോപ്പ് ആകണമെന്നൊന്നുമില്ല. പിന്നെയും ആ ബോഡി നാച്ചർ അനുസരിച്ച് മാറി മാറി വരാവുന്നതാണ്. ഓക്കെ, ഈ രണ്ട് ടേമും പ്രത്യേകം ഓർമ്മിക്കേണ്ടതാണ്. മെനാർക്കി, ദ ഫസ്റ്റ് മെൻസ്ട്രുവേഷൻ ഡ്യൂറിംഗ് പ്യൂബർട്ടി ഈസ് നോൺ ആസ് മെനാർക്കി. Menopause, stopping of menstrual cycle at about 50 years of age is known as menopause. അപ്പോൾ ഈ ഈവൻസ് നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാം. മെൻസ്ട്രൽ സൈക്കിളിൽ നടക്കുന്ന ഈവൻസുകൾ നോക്കൂ. മെൻസ്ട്രുവേഷൻ, then follicular phase or proliferative phase, luteal phase or secretory phase. അപ്പോൾ ആ എൻഡോമെട്രിയത്തിന് വരുന്ന ചേഞ്ചസ് നോക്കൂ. മെൻസ്ട്രൽ പീരീഡിൽ എന്ത് ചെയ്യുന്നു? എൻഡോമെട്രിയം ബ്രേക്ക് ചെയ്യുന്നു. ഒരു 1 മുതൽ 5 ദിവസങ്ങൾ വരെ അതുണ്ടാകാം. അത് കഴിയുമ്പോൾ ആ എൻഡോമെട്രിയൽ ടിഷ്യൂസ് അല്ലെങ്കിൽ യൂട്രസിനകത്തുള്ള ടിഷ്യൂസ് എന്ത് ചെയ്യുന്നു? ആ ബ്രേക്കായ ടിഷ്യൂസ് എന്ത് ചെയ്യുന്നു? വീണ്ടും അടുത്ത് റിപ്പയർ ചെയ്ത് റെഡിയാക്കി വരികയാണ്. വീണ്ടും 14ാമത്തെ ദിവസമാകുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു? ഓവുലേഷൻ നടക്കുന്നു. ഓവുലേഷൻ നടക്കുമ്പോൾ വീണ്ടും എൻഡോമെട്രിയം ഗ്ലാൻഡുലാറും വാസ്കുലറൈസ്ഡുമായിട്ട് വീണ്ടും അത് എന്ത് ചെയ്യുന്നു? ഒരു കുഞ്ഞിനെ സ്വീകരിക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ അവിടെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കും. അപ്പോൾ ആ ഒരു പ്രോസസ്സ് നടക്കുന്നില്ല, ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല എന്ന് വരുമ്പോൾ എന്ത് ചെയ്യും? വീണ്ടും അത് ബ്രേക്ക് ചെയ്യുന്നു. ഇനി ഇവിടെ 2 ഹോർമോൺസിന്റെ ലെവല് നമ്മൾ കൃത്യമായിട്ട് ഇതാ ഇവിടെ ശ്രദ്ധിക്കുക. ഒന്ന് ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോണും പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോണും. അപ്പൊ ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോൺ സാധാരണ രീതിയിൽ സെക്രീറ്റ് ചെയ്യുന്നത് ഈ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഗ്രാഫിയൻ ഫോളിക്കിൾ സെൽസ് ആണ്. അപ്പൊ ആ ഫോളിക്കിൾ സെൽസ് ഒരു ടെറിഷറി ഫോളിക്കിൾ സ്റ്റേജിലേക്ക് എത്തിക്കഴിയുമ്പോഴാണ് ഈസ്ട്രോജന്റെ സെക്രീഷൻ മാക്സിമത്തിലേക്ക് എത്തുന്നത്. നോക്കൂ, അതൊരു മെച്യൂർ ഗ്രാഫിയൻ ഫോളിക്കിൾ ആയി കഴിയുമ്പോൾ ഈസ്ട്രോജന്റെ അളവ് മാക്സിമത്തിലെത്തുന്നു. അടുത്ത് വീണ്ടും ആ ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ആയി കഴിയുമ്പോൾ അത് വീണ്ടും എന്ത് ചെയ്യുന്നു? അത് കുറഞ്ഞു വരുന്നു. വീണ്ടും അടുത്തൊരു 23, 24, 25 ദിവസങ്ങളിൽ എത്തുമ്പോൾ ആ ഈസ്ട്രോജന്റെ അളവ് വീണ്ടും കൂടി വരുന്നു. ഇനി പ്രോജസ്ട്രോണിന്റെ സെക്രീഷനിലേക്ക് നോക്കിക്കേ. പ്രോജസ്ട്രോണിന്റെ അളവ് ഈ ഓവുലേഷൻ നടന്ന് കഴിയുന്നത് വരെ മിനിമം ലെവലിലാണ് പ്രോജസ്ട്രോൺ ഉള്ളത്. എപ്പോഴാ പ്രോജസ്ട്രോണിന്റെ അളവ് കൂടുന്നത് നോക്കിക്കേ. ഈ കോർപ്പസ് ലൂട്ടിയത്തിന്റെ ഡെവലപ്മെന്റ് വരുന്നതിനനുസരിച്ചാണ് പ്രോജസ്ട്രോണിന്റെ അളവ് കൂടി വരുന്നത്. കോർപ്പസ് ലൂട്ടിയം ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് പ്രോജസ്ട്രോണിന്റെ സെക്രീഷന്റെ ക്വാണ്ടിറ്റിയും കൂടി വരുന്നു. ഇനി ഇത് ഫെർട്ടിലൈസേഷൻ നടക്കുന്നു.
ഫെർട്ടിലൈസേഷൻ നടക്കുന്നു എങ്കിൽ എന്താ സംഭവിക്കുക? ഈ പ്രോജസ്ട്രോണിന്റെ അളവ് അതേപടി മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ സ്റ്റഡി ആയിട്ട് പോകും. ഫെർട്ടിലൈസേഷൻ നടക്കുകയാണെങ്കിൽ. ഇത് ഫെർട്ടിലൈസേഷൻ നടക്കാത്തത് കൊണ്ടാണ് വീണ്ടും പ്രോജസ്ട്രോണിന്റെ അളവ് എന്ത് ചെയ്യുന്നത്? കുറഞ്ഞു വരുന്നത്. കാരണം എന്താണ്? ഇവിടെ കോർപ്പസ് ലൂട്ടിയം റിഗ്രസ് ചെയ്യുകയാണ്. കോർപ്പസ് ലൂട്ടിയം ചുരുങ്ങുകയാണ്. ഫെർട്ടിലൈസേഷൻ നടക്കാത്തത് കൊണ്ട് ചുരുങ്ങുകയാണ്. ഫെർട്ടിലൈസേഷൻ നടന്നാൽ ഈ കോർപ്പസ് ലൂട്ടിയം ഇതേപടി നിൽക്കും. പ്രോജസ്ട്രോണിന്റെ സെക്രീഷൻ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഒരേ ലെവലിൽ നിൽക്കും. മനസ്സിലാക്കിയോ? ഇനി ഈ രണ്ട് ഹോർമോൺസ് ഉണ്ട്, പിറ്റ്യൂട്ടറി ഹോർമോൺസ് ഉണ്ട്, FSH-ഉം LH-ഉം. അതിന്റെയും ലെവലുകൾ നോക്കൂ. ഈ ഒരു 14th ഡേ എത്തുന്നത് വരെ മിനിമം ലെവലിലാണ് FSH-ഉം LH-ഉം ഉള്ളത്. ആ 14th ഡേ എത്തുമ്പോഴത്തേക്കും ഓവുലേഷൻ നടക്കുന്ന ദിവസം, ഓവറിയിൽ നിന്നും ഓവം റിലീസ് ചെയ്യുന്ന ദിവസം വരുമ്പോൾ LH-ഉം FSH-ഉം കൂടെ മാക്സിമത്തിലേക്ക് എത്തുന്നു. വീണ്ടും അത് മിനിമത്തിലേക്ക് പോകുന്നു. LH സർജ് എന്നുള്ള ടേം പ്രത്യേകം ഓർമ്മിക്കുക. ഈ LH-ന്റെ ആ ഒരു തള്ളൽ ഉണ്ടാകുമ്പോഴാണ്, സർജ് ഉണ്ടാകുമ്പോഴാണ് ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ആകുന്നത്. ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ആയിട്ട് ഓവുലേഷൻ നടക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഹോർമോൺ ആണ്. LH സർജ് എന്നുള്ള ആ ഒരു പ്രതിഭാസമാണ് ഓവുലേഷന് സഹായിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെൻസ്ട്രുവൽ സൈക്കിളിനെ കുറിച്ച് മനസ്സിലാക്കുവാനുള്ളത്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. For video lessons, please subscribe TLP's biology classes. Thank you.